വയസ്സുള്ള സ്ത്രീകളുമാണ്. പക്ഷേ അതെ സാർ, ഒരു മിനിറ്റ് ഞാൻ വരാം. ഞാൻ ശ്രീമതി സിജിത അനിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീമതി സിജിത, ഇതൊരു പ്ലോട്ടായി കാണുകയാണെങ്കിൽ, അതായത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വസ്തു വ്യാപാരി, അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധങ്ങൾ, അതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന ദുരൂഹമായ ഈ സ്ത്രീകളുടെ തിരോധാനം, സെബാസ്റ്റ്യൻ വസ്തുവകകൾ തട്ടി, സ്വർണ്ണാഭരണങ്ങൾ തട്ടി ഈ സ്ത്രീകളെയൊക്കെ കൊല ചെയ്തു എന്ന് സംശയിക്കാവുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഈ സംഭവങ്ങളെ, ഇതുവരെ വന്ന വിവരങ്ങൾ ഒന്നാകെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശ്രീമതി സിജിത? ഈ കൊലപാതകങ്ങളൊക്കെ ഒരു മർഡർ സീരീസ് ആയിട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി സൈക്കോളജിക്കലി വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് മെൻ്റലി ഫിസിക്കലിയും അയാൾ സ്വയം ട്രെയിൻഡ് ആയിട്ട് തന്നെ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നന്നായിട്ട് ഇടപഴകുകയും വിശ്വാസ്യത തോന്നുന്ന തരത്തിൽ എല്ലാവരുമായിട്ട് തൻ്റെ ഓരോ കാര്യങ്ങളും പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ ഇവിടെ സെബാസ്റ്റ്യൻ പ്രതിപട്ടികയിൽ നിൽക്കുമ്പോഴും ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന അയാൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ കത്തിക്കരിഞ്ഞ ശരീരാവസ്ഥയുടെ അസ്ഥികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ല. ഇതൊന്നും താൻ ചെയ്തതല്ല എന്നും തന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ള ഒരു തരത്തിലാണ് അയാൾ ഇപ്പോഴും ഒരു ദുരൂഹമായ നിഗൂഢമായ രീതിയിലാണ് അയാളുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ശ്രീമതി സിജിത, ഇതൊക്കെ അയാൾ ചെയ്തതാണെന്ന് തെളിയിക്കാവുന്നൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒരു കൊലപാതകം ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത് അസുഖമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമൊന്നുമല്ല, താൻ ഒരിക്കലും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സമൂഹത്തെ ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അത് അയാളുടെ പെരുമാറ്റം. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ അസ്ഥിഭാഗങ്ങൾ കിട്ടി എന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സെബാസ്റ്റ്യന് ഈ പറയുന്ന സ്ത്രീകൾ, കാണാതായ മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഐഷയുടെ മകൻ മജീദും റോസമ്മ ചേച്ചി ഒക്കെ പറഞ്ഞെടുത്ത് റോസമ്മ ചേച്ചിയുടെ സംസാരത്തിലും മജീദ് പറയുന്ന കാര്യങ്ങളുമൊക്കെ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഒന്നിനോട് യോജിക്കുന്നില്ല. അവരെ കാണാതായ വർഷം തൊട്ട് പറയുന്നതൊന്നും അത്ര യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ പക്ഷെ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം ഇവരെ പറയുന്നതല്ല. പക്ഷെ ഐഷയ്ക്ക്, ബിന്ദു പത്മനാഭന് ഒക്കെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥലവിൽപ്പനയിലും ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പം അയാളുമായി ബന്ധമുള്ള സ്ത്രീകളാണ് മധ്യവയസ്കരായിട്ടുള്ള ഒരു 40-നും ഒരു 60-നും ഇടയിലുള്ള സ്ത്രീകളാണ് കാണാതായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം സ്ത്രീകളെ സമീപിക്കുമ്പോൾ സ്ഥലക്കച്ചവടത്തിനായിട്ടാണ് എങ്കിലും, കല്യാണം ആലോചിക്കാനായിട്ടാണെങ്കിലും, അവരെ സഹായിക്കാൻ എന്ന രീതിയിലാണെങ്കിലും ഒരു രക്ഷകൻ ചമഞ്ഞ് അവിടെയൊക്കെ അയാൾ എത്തിയിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറ്റാരോപിതനായി നിൽക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ഉടമയാണ്. ഒന്നുകിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവും, അയാളുടെ പിന്നിൽ വേറെയും ആളുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഈ വിഷയം കടന്നു ചെല്ലുന്നത്. ശരി, ഒരു മിനിറ്റ് ശ്രീമതി സിജിത, ഞാൻ വരാം.